ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ 28 ദിവസങ്ങൾക്ക് ശേഷം തുറന്നു. താൽക്കാലിക പുനരധിവാസം പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് ഇന്ന് ക്ലാസുകൾ തുടങ്ങിയത്. ദുരന്തബാധിത മേഖലകളിൽ ഈ മാസം 30-ന് നിയമസഭാ പരിസ്ഥിതി സമിതി സന്ദർശനം നടത്തും. ഉരുൾപൊട്ടലിന്റെ നീറുന്ന ഓർമ്മകൾ താണ്ടി വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളിലേക്കെത്തി. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകളാണ് തുറന്നത്. ചൂരൽമലയിൽ നിന്നുള്ള ഹിന, മുഹമ്മദ് നൈഷാൻ, ശരൺ. ദുരന്തം കവർന്ന ഈ 3 വിദ്യാർത്ഥികളെയും അനുസ്മരിച്ച് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ അസംബ്ലി നടന്നു. കൂട്ടുകാർക്കായി മൗനപ്രാർത്ഥന. അവള് ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കേണ്ട, അവളിപ്പോ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പൊ എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ്. പിന്നെ കുറെ പേർക്ക് വീട് പോയി, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് അനിയത്തി പോയി. അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇതായിട്ട് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. സ്കൂളിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുടെ വീടുകൾ തകർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ ഇല്ലാതായിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകും. അപ്പം കൗൺസിലിംഗ് ഇപ്പം നമ്മൾ ക്യാമ്പുകൾ തോറും ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ കൗൺസിലിംഗ്, പല ഡിപ്പാർട്ട്മെന്റുകളുടെയും സ്ഥിരമായിട്ട് ഇവിടെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. രാവും പകലും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇന്നിപ്പം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്. അവര് 3 കൗൺസിലേഴ്സ് ഇവിടെ വരുന്നുണ്ട്. മൊത്തം എല്ലാ കുട്ടികളും ഇപ്പൊ അവരുടെ കൂടെയുള്ളവരാണല്ലോ. എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ കുട്ടികളെ സെപ്പറേറ്റ് ആയിട്ടും കൗൺസിൽ ചെയ്യാം. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ദുരന്തത്തിന്റെ നേർക്കാഴ്ചയായ വെള്ളാർമല സ്കൂൾ മാറ്റുന്നത്. ഇതിനായി 12 ക്ലാസുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ദുരന്ത മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 2-ന് പ്രവേശനോത്സവത്തോടെ ക്ലാസുകൾ ആരംഭിക്കും. ടീം 24 വയനാട്. എന്തായാലും ആ മേഖലയിലൊക്കെയുള്ള കുട്ടികൾ വീണ്ടും ക്ലാസ് റൂമിലേക്ക് വരുന്നു. അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഇനി ലൈഫ് ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അതിന് കരുത്ത് ആ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ.